പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ശിമോൻ പത്രോസ് നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. And it's in the beginning it says, a servant and apostle of Jesus Christ, to those who through the righteousness of our God and Savior Jesus Christ have received a faith as precious as ours. വിശ്വാസം പ്രാപിച്ച ദൈവമക്കൾക്ക് വേണ്ടി എഴുതുകയാണ്. This is being written to those children of God who received faith. പത്രോസ് അപ്പോസ്തലൻ ഇത് എഴുതുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അക്കാലത്ത് ധാരാളം ഫോൾസ് ടീച്ചേഴ്സ് സഭയിൽ കടന്നു വരുവാനിടയായിരുന്നു. And one of the main reason why Peter is writing this epistle is because there have been so many false teachings during that time in the church. അപ്പോൾ വിശ്വാസികളെ അദ്ദേഹം ഓർമ്മിപ്പിച്ച് എഴുതുകയാണ്, നമ്മൾ ധാരാളം തെറ്റായിട്ടുള്ള ടീച്ചിങ്സുകൾ ഈ ദിവസങ്ങളിൽ ആളുകൾ കൊണ്ടുവരുന്നുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. So he is reminding the believers through this epistle that there are so many false teachings that has been brought into the church, so we should be mindful about them. പത്രോസ് ഇവിടെ പറയുന്ന ആ റോങ് ടീച്ചിങ് എന്ന് പറയുന്നത് നോസ്റ്റിസിസം എന്ന് പറയുന്നതാണ്. നോസ്റ്റിസിസം. And the wrong teaching that Peter is trying to highlight here is known as Gnosticism. അപ്പോൾ നോസ്റ്റിസിസം വിശ്വസിക്കുന്ന ആളുകൾ പറയുന്നത് യേശുക്രിസ്തു ദൈവമായിരുന്നു, ഡിവൈൻ ആയിരുന്നു, പക്ഷേ യേശുക്രിസ്തുവിന് ഒരു ഫിസിക്കൽ ബോഡി ഇല്ലായിരുന്നു. And the people who believe in Gnosticism, they say that Jesus Christ was divine and he didn't have a human body like other people. അവർ പഠിപ്പിച്ചത് salvation come from inside. നമ്മുടെ ഉള്ളിൽ നിന്നാണ് സാൽവേഷൻ വരുന്നത്. And they teach us that the salvation comes from our within ourselves, from inside. അവർ യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തെ നിഷേധിച്ചു. And they rejected the human bodily appearance or birth of Jesus Christ. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അവർ വിശ്വസിച്ചില്ല. And they didn't believe in the resurrection of Jesus Christ. എന്നാൽ രക്ഷ നാം തന്നെ പ്രാപിക്കണം നമ്മുടെ കഴിവുകൊണ്ട് എന്ന് വിശ്വസിച്ചാലാണ്. But then they believe that we ourselves through our abilities and work must attain salvation. നമുക്കറിയാം രക്ഷ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമാണ് കടന്നു വരുന്നത്. But we know that salvation can only be brought through Jesus Christ. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നേടുവാൻ പറ്റുന്ന ഒന്നല്ല രക്ഷ എന്ന് നമുക്കറിയാം. We know that we cannot through our efforts attain salvation. മനുഷ്യന് രക്ഷ നൽകുന്നത് യേശുക്രിസ്തുവിന്റെ മരണം അടക്കം ഉയർത്തെഴുന്നേൽപ്പ് ഈ ഒരു കാര്യം വിശ്വസിക്കുമ്പോഴാണ്. The man can receive salvation when he believes in the death, his burial and resurrection of Jesus Christ. Gnosticism പഠിപ്പിച്ചത് ലോകത്തിൽ കാണുന്ന എല്ലാ ക്രിയേഷനും evil ആണ്. But Gnosticism teaches that all creation in this world is evil. അതുകൊണ്ട് അതേ സമയം തന്നെ മനുഷ്യനെന്നുള്ള ദൈവത്തിന് ചില സ്പാർക്കുകൾ, ചില ഡിവൈൻ സ്പാർക്കുകൾ ഉണ്ട്. However, man has got some divine sparks of God in him. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതിനെ ഉപയോഗിച്ച് നമ്മൾ തന്നെ രക്ഷിക്കപ്പെട്ടു. So he must utilize that divine spark within ourselves and to attain salvation. അപ്പോൾ ഇത് വിശ്വാസികളെ ഇങ്ങനെ അഫക്ട് ചെയ്യുവാൻ തുടങ്ങി. So this was started affecting the believers. ആ സമയത്താണ് പത്രോസ് അപ്പോസ്തലൻ വിശ്വാസികൾക്ക് ഈ ലേഖനം എഴുതുന്നത്. അവർക്ക് എന്താണ് ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നുള്ള വിഷയത്തെക്കുറിച്ച്. That is when Peter is writing this epistle to the believers, telling them what is exactly God wanting from them. ഇവിടെ വിശ്വാസികളെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, എത്രയോ വലിയ സ്പിരിച്വൽ വെൽത്ത് ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. And Peter here is trying to remind believers that how big a spiritual wealth God has created for his children. രണ്ടാമതായിട്ട് പറയുന്ന വിശ്വാസികൾ സത്യവിശ്വാസത്തെ പിൻപറ്റണം. And then he says secondly that all believers must follow true faith. കാരണം എന്താണെന്നറിയാമോ? നാം വിളിക്കപ്പെട്ടവരാണ്. Why is it so? Because we have been called for it. Hallelujah. We are called and we are chosen എന്നാണ് അദ്ദേഹം പറയുന്നത്. And he is also saying that we have been called and chosen for it. അതിന്റെ മൂന്നാമത്തെ വാക്യം നോക്കിയിട്ട്, അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. And third verse says his divine power has given us everything we need for a godly life through our knowledge of him who called us by his own glory. പറഞ്ഞ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചിരിക്കുന്നു. That who has been called us by his own glory and goodness. Hallelujah. ഏറ്റവും നല്ല ഭാഷ എന്ന് പറയാമോ? Glory and excellence എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. The right translation would be glory and excellence. Hallelujah. അപ്പോൾ ദൈവം തന്റെ മക്കളെ വിളിച്ചിരിക്കുന്നത് മഹത്വത്താലും തന്റെ വീര്യത്താലുമാണ്. So God has called his children by his glory and by his excellence. അപ്പോൾ നാം പിൻപറ്റുന്ന വിശ്വാസം എക്സലന്റ് ആയിട്ടുള്ള വിശ്വാസമാണ്. So the faith that we are following is an excellent faith. കർത്താവ് നമ്മെ വിളിച്ച് തെരഞ്ഞെടുത്തത് തന്റെ എക്സലൻസിലാണ്. God has called us and chosen us by his excellence. എന്നിട്ട് താഴെ പറയുന്നതാണ്, അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്തായിട്ടുള്ള വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ്
ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുന്നു. And the fourth verse says, through these he has given us his very great and precious promises, so that through them you may participate in the divine nature, having escaped the corruption in the world. അപ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇത് പഠിക്കണം. നമ്മെ വിളിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അതൊരു എക്സലൻസിൽ കൂടിയാണ്. So we must very clearly understand that we have been called by the excellence of the God. ഈ ഗ്ലോറി ആൻഡ് എക്സലൻസ് വിശ്വസിക്കുന്ന ദൈവമക്കൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അവരെ വിളിച്ചിരിക്കുന്നത്. So this glory and the excellence that God has called us through, he wants us to reproduce in our life as അപ്പോൾ well. വിളിക്കപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? അവരിൽ യേശുക്രിസ്തുവിൽ കൂടെ വന്നിരിക്കുന്ന ഗ്ലോറിയും എക്സലൻസും റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടണം. So all those who have been called by God through his glory and excellence, they must reproduce the glory and excellence in their life as ഞാനോട് well. ചോദിച്ചോട്ടെ, എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്? And I want to ask you, why is it that God called us? ഹല്ലേലൂയ. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? What is it that God desires from us? ഒരാളൊന്ന് പറഞ്ഞേട്ടെ. Can one of you please say? ആ, നാം അവനെ പോലെയായി തീരുവാൻ വേണ്ടിയാണ്. So that we may be like him. അതാണ് 1 യോഹന്നാന്റെ ലേഖനം 3-2 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു? We will be like him. That is what we read in the first epistle of John, that day we will be like him. നമ്മളെ രക്ഷിച്ച് ദൈവത്തിന്റെ സഭയെ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. നമ്മൾ ക്രിസ്തുവിനെ പോലെയായി തീരുവാൻ വേണ്ടിയാണ്. We have been called and we have been saved and brought us into the church. Why? So that we can be like Jesus Christ. യേശു ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നതിന്റെ ഗ്ലോറിയും എക്സലൻസും നമ്മുടെ ഡെയിലി ലിവിംഗിൽ കൂടെ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഇത് വെളിപ്പെട്ട് വരേണ്ടത് ആവശ്യമാണ്. So that the glory and the excellence through which Jesus Christ called us, it must be exhibited through our daily living. കാരണം എത്ര മനോഹരമായ വിശ്വാസമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. How wonderful faith that God has given us. എത്ര വിശ്വാസികൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്? How many of the believers are able to understand it? നാം കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് ഈ ലോകത്ത് കുറച്ച് പണവും കുറച്ച് ബിൽഡിങ്ങുകളും കുറച്ച് കാര്യങ്ങൾ തരാൻ വേണ്ടിയല്ല. God has not called us so that he can give us some wealth or some things in this world. അങ്ങനെ ഞങ്ങൾ ടീച്ചിങ് ഒക്കെ നമ്മൾ തള്ളിക്കളയേണ്ടത് ആവശ്യമാണ്. നാം യേശുവിനെ പോലെ ആയി തീരുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. And we must reject such kind of teachings, and we have been called to be like Jesus Christ. യേശുക്രിസ്തുവിന്റെ മഹത്വവും ഈ എക്സലൻസും നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പുറത്തു കാണണം. And the glory and the excellence of Jesus Christ must exhibit from our life every day. നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോൾ ശോധനയാണ്. കർത്താവേ, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഈ എക്സലൻസ് വരുന്നുണ്ടോ? So we must examine ourselves and see whether we are able to exhibit this excellence in everyday life. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാം എക്സലൻസ് എന്താണെന്നല്ലേ. എക്സലൻസ് Our children know when they say excellence, what it means. നമുക്കൊരു ആവറേജ് വിശ്വാസിയായിട്ട് നിൽക്കാൻ കഴിയും. We can be an average believer, അല്ലെങ്കിൽ ഒരു അല്പം കൂടെ അടുത്ത ലെവലിലേക്ക് പോകുവാൻ കഴിയും. or else we can be even better than average. പക്ഷേ എക്സലൻസ് കിട്ടണമെങ്കിൽ എക്സലന്റ് ആയിരിക്കണം. But to be in excellence form, we have to be excellent. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, ഈ വിശ്വാസികളെ നിങ്ങൾ വിളിച്ചിരിക്കുന്നത്, നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എക്സലൻസിന് വേണ്ടിയാണ്. That's why Peter is reminding believers, you have been called, you have been chosen to be excellent. യേശുവിന്റെ സ്വഭാവങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യേണ്ടതിന് So വേണ്ടിയാണ്. that you can reproduce the nature and characteristics of Jesus നമ്മുടെ Christ. ക്രിസ്ത്യൻ ലിവിംഗ് ഒരു ആവറേജ് ലൈഫ് അല്ല. Our Christian living is not an average living. ഇത് യേശു ജീവിച്ചതുപോലെ ജീവിക്കുവാൻ നടത്തുന്ന ഒരു എഫർട്ടാണ്. It is an effort to live like how Jesus Christ lived. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ താഴെ വായിക്കുന്നത്, അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങളെ നൽകിയിരിക്കുന്നു. And it further says, through these he has given us his very great and precious promises. Precious and the greatest എന്നാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. And the words used there is precious and greatest. ഇത് തന്നിരിക്കുന്നത് മലയാളത്തിൽ പറയുന്നെങ്കിലും ഓൾറെഡി ഇത് യഥാർത്ഥ വാക്കെന്ന് പറഞ്ഞാൽ we have been endowed with എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The word even here used is given, but the right translation is we have been endowed with. ഇതൊക്കെയാണ് വിശ്വാസം പഠിക്കുന്നത്. This is what we believers must learn. ഇത് വെറുതെ തരുവല്ല. It has not been just given to us. ഇത് നമുക്ക് എൻഡോവ് ചെയ്തിരിക്കുന്ന ഒരു എൻഡോവ്മെന്റ് നമ്മൾ കിട്ടുന്ന പറയുന്നത് പോലെ നമുക്ക് അവാർഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. But this is something that has been endowed to us. അതെന്താണ്? എക്സീഡിങ് ഗ്രേറ്റ് ആൻഡ് പ്രഷ്യസ് ആയിട്ടുള്ള കാര്യം. But that's which is very exceedingly great and precious. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം ഇതെന്താണ്? ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചിരിക്കുകയാണ്. പ്രഷ്യസ്. The faith that we've received, it is very precious. Great. And it is great. മനോഹരമായ ലേഖനങ്ങളോട് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ
പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് വചനങ്ങളൊക്കെ പഠിച്ചെങ്കിലും നമ്മുടെ ആത്മീയ മനുഷ്യൻ ശക്തിപ്പെടുന്നു. How wonderful it is when we read all these verses, and we need the Spirit's companion to understand ഇത് these ലോകത്ത് things. തകർന്നു പോകുന്ന ഒരു സാധാരണ കാര്യമല്ല ദൈവം നമുക്ക് എൻഡോ ചെയ്തിരിക്കുന്നത്. God has not endowed us with something that can be destroyed in this world. രണ്ടാമത് പറയുന്നറിയാമോ, ഇവയാൽ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ലോകത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരും. And then it goes on to say, so that through them you may participate in the divine nature, having escaped the corruption in the world caused by evil desires. വിശ്വാസികൾ ആരാകുന്നു? They are becoming the partakers of the divine nature. So the believers, we will all become partakers of the divine nature. എവിടെന്നാ വരുന്നത്? ലോകത്ത് നമ്മളെ കറപ്റ്റ് വേൾഡിലാണ് നമ്മൾ ജീവിച്ചത്. And we know that this world we are living in is corrupt world. We have escaped from the corruption. And we have escaped from the corruption of this എന്നിട്ട് corrupt നമ്മൾ എന്ത് world. ചെയ്യുന്നു? ആ കറപ്ഷൻ നമ്മൾ കൊണ്ടുവന്ന ലസ്റ്റ് ആണ് കൊണ്ടുവന്നത്. And the corruption has brought in lust into us. എന്നാൽ അവിടെ എന്ത് ചെയ്തു? നമ്മെ ദൈവം കൊണ്ടുപോയി ഡിവൈൻ നേച്ചറിന്റെ പാർട്ടേക്കേഴ്സ് ആയിട്ട് മാറുവാൻ. And from there God picked up and choose us up to be partakers of the divine nature. പഠിക്കുകയും ചെയ്യാറുണ്ട്. Hallelujah. I am the partaker of the divine nature of Jesus. How many of us really think about it and learn about it, that we are all partakers of the divine nature? ഇതൊക്കെ മറച്ചു വെച്ചാൽ നിങ്ങൾക്ക് വീടും നിങ്ങൾക്ക് കാശ് തരാൻ വേണ്ടി കർത്താവ് ഒരു മനുഷ്യന് ആളുകൾ പറയുന്നത് അത് വചനമല്ല സഹോദരങ്ങൾ. Hallelujah. And often this is hidden, and then they teach that you will receive car and house and all those things in the world. അത് ലസ്റ്റ് ആണ്. That is not true blessings, they are just lust. ഈ ലോകത്തിന്റെ ലസ്റ്റിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടു. And we have been saved from the lust of this world. നമ്മുടെ ലോകത്തിൽ ഈ ലോകത്തിൽ കാണുന്ന ചില താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടി അല്ല കർത്താവ് നമ്മളെ രക്ഷിച്ചത്. God has not saved us for the temporary things that we see in this world. Precious and greatest things he has given to us. Because he has given us precious and greatest things. Hallelujah. അതുകൊണ്ട് ഡിവൈൻ ക്രിസ്തുവിന്റെ ഡിവൈൻ നേച്ചറിന്റെ പാർട്ടേക്കർ ആകുവാൻ. So that we can become partakers of the divine nature of Jesus Christ. Hallelujah. നമ്മൾ വായിക്കുന്ന believers are becoming the sharers of the richest treasures. Hallelujah. The nature and the life of God. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? നമുക്ക് ഏറ്റവും വലിയ richest ആയിട്ടുള്ള കർത്താവിന്റെ ലൈഫിനോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. So God is helping us while we are living in this world to share from the richest blessings that He has in Him. Hallelujah. വലിയ ട്രഷർ നമ്മൾ യേശുവുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. And we are sharing the big treasure with Jesus Christ. ക്രൂശിന്മേൽ കർത്താവ് മരിച്ചത് അതിനു വേണ്ടിയാണ്, ആ വലിയ മഹത്വം നമ്മളോട് ഷെയർ ചെയ്യുവാൻ. And that is why Jesus Christ died on the cross, so that He could share that big glory with us. പാപത്തിൽ കിടന്ന് നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. We were unable to share from it while we were in sin. അതുകൊണ്ടാണ് ദൈവത്തിന് നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ആഗ്രഹവുമെല്ലാം ആ ഡിവൈൻ ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കണം. That's why the word of God teaches us that our attention and our desire must be to have that divine nature. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് യേശുവിന്റെ സ്വഭാവത്തെ നമ്മൾ ഷെയർ ചെയ്യും. So we see that we were able to share from the nature of Jesus Christ. യേശുവിന്റെ മഹത്വത്തെ നമ്മൾ ഷെയർ ചെയ്യും. And we are sharing from the glory of Jesus Christ. യേശുവിന്റെ എക്സലൻസ് നമ്മൾ ഷെയർ ചെയ്യും. And we are sharing from the excellence of Jesus Christ. നമ്മൾ വായിക്കുന്ന richest treasures And അത് നമ്മൾ ഷെയർ ചെയ്യും. we also share from the richest treasure of Jesus Christ. ഈ ട്രഷർ കണ്ടുകൊണ്ടാണ് ഹല്ലേലൂയ ലക്ഷോപലക്ഷം ആളുകൾ അവരുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. And after seeing this treasure, that so many people, millions of them gave their life to ഈ Jesus. ട്രഷർ കണ്ടുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഈ ലോകത്തുള്ള എല്ലാം റബിഷാക്കി തള്ളിക്കളയുന്നു. Because Paul saw these treasures, that he said that I count everything else in this world as rubbish. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ ആ ട്രഷറിനെ നോക്കി വേണം എന്നും യാത്ര ചെയ്യുവാൻ. All those who have been saved, who are children of God, we must look unto that treasure and lead our life. Hallelujah. Romans chapter 8 verse 9 എന്ന് എടുത്താണ്. Romans chapter 8 verse 9. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരല്ല. ആമേൻ. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. You, however, are not in the realm of flesh, but are in the realm of spirit, if indeed Spirit of God lives in you. And if anyone does, അടുത്ത വാക്യം നോക്കിയാട്ടെ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. And if anyone does not have the Spirit of Christ, they do not belong to Christ. ഈ കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കണം. ക്രിസ്തുവിന്റെ ആ ഡിവൈൻ ഗ്ലോറി ആൻഡ് എക്സലൻസ് ഷെയർ ചെയ്യുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ യേശുവിന്റേതല്ല.
So we have to learn this very clearly, that if we are unable to share from the excellence and the glory of Jesus Christ, then we don't belong to Jesus Christ. നമ്മളെല്ലാ ആഴ്ചയും ചർച്ച വന്നുകൊണ്ട് നമ്മൾ യേശുവിന്റേതാകുന്നില്ല. We are not part of Jesus Christ if we come into church every week. നമ്മൾ പ്രസംഗിച്ചുകൊണ്ട് യേശുവിന്റെ ആകത്തില്ല. If we preach, that doesn't make us as part of Jesus Christ. നമ്മൾ ഉണ്ടാകേണ്ട പുതിയൊരു സ്പിരിറ്റ് ഉണ്ട്. But then we need to have a newness of spirit in us. And we see that here that the spirit is the spirit of Jesus Christ. Hallelujah. Christ in you. And Paul writes about that spirit, that it is Christ in you. Christ in you. The hope of the glory of God in you. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന യേശു നിങ്ങളിൽ. The hope of the glory of Jesus in you. രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു. All those who have been saved, the hope of the glory of Jesus in you. ഇതിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. This is what we should take joy in. ഈ ഒരു കാര്യം നമുക്കുണ്ടെങ്കിൽ ഒരു പൈസ പോലും നമ്മുടെ ബാങ്കിൽ നമുക്ക് സന്തോഷിക്കാം. Even if we don't have a penny in our bank account, but if we have this, we will be very happy. ഈ വിശ്വാസം നമുക്കുണ്ടെങ്കിലേ നമുക്ക് കർത്താവിനോടൊപ്പം പോകാൻ കഴിയത്തുള്ളൂ. And if we have this faith, then only we will be able to go with the Lord. ഈ ചിന്തയില്ലാത്തവരെ വിളിക്കുന്ന പേരാണ് ജഡീകൻ. And those who don't have this kind of thought, they are known as carnal men. അവർ ദൈവത്തിന്റെ ആത്മാവിനില്ല. And the spirit of the God does not reside in them. അവർ പള്ളിയിൽ വന്നാലും യേശുവിന്റെ ആത്മാവിനില്ല. Even if he comes into the church, the spirit of Jesus is not in him. അവന്റെ കർത്താവിന്റെ എക്സലൻസ് ഒരിക്കലും ഷെയർ ചെയ്യാൻ സാധ്യമല്ല. And he will never be able to share from the excellence of Jesus Christ. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ യേശു നമ്മിൽ വസിക്കുന്നുണ്ട്. So this morning we must understand that our Lord Jesus resides in us. യേശുവിന്റെ സ്പിരിറ്റ് നമ്മിൽ വസിക്കുന്നുണ്ട്. The spirit of the Jesus resides in us. മൂന്ന് കാര്യങ്ങൾ നടക്കും. Three things will happen in our life. ഗലാത്യ ലേഖനം 2-ാം അധ്യായം എടുത്താണ്. We take to go to Galatians chapter 2, അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. verse 5. സുവിശേഷത്തിന്റെ സത്യം നമ്മോട് കൂടെ നിലനിൽക്കണം. We did not give in to them for a moment, so that the truth of the gospel might be preserved for you. സുവിശേഷത്തിന്റെ സത്യം എന്ന് പറഞ്ഞ ഇതാണ്. So this is the truth of the gospel. ഏതാണ് ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുവെന്നുള്ള സത്യം. The truth that Jesus Christ resides in you. അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ യേശുവിനെ കീഴ്പ്പെടണം. അവർ what they must do, they must be submissive to Jesus Christ. അവർ യേശുവിന്റെ ആത്മാവിനെ അനുസരിക്കണം. And they must obey the spirit of Jesus Christ. അവർ യേശുവിന്റെ ആത്മാവിനാൽ നടത്തപ്പെടണം. And they must be led by the spirit of Jesus Christ. ഇതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ ഉണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കേണ്ട കാര്യം. This is what happens if the spirit of Christ resides in us. ഇതാണ് യേശുവുമായിട്ടുള്ള ജീവിതം ഷെയർ ചെയ്യുന്നവരുടെ സ്വഭാവം. This is what happens with this is how the nature of those who share the divine nature of Jesus is. അങ്ങനെയുള്ളവർക്ക് സംഭവിക്കുന്നതാണ് റോമലേഖനം 8-ാം അധ്യായം നമ്മൾ കാണുന്നത്. And that is what happens to those kind of people is what we read in Romans chapter 8. 11 വാക്യം നോക്കാം. Romans chapter 8 verse 11. തന്റെ ആത്മാവിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. And through his spirit he will make our mortal bodies live. Carnal desires നിന്ന് മാറിപ്പോകും. All the carnal desires in us will leave us. ഈ ലോകത്തിലെ സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ കാർണലാണ്. All the desire to have the riches of this world are carnal. വിശ്വാസികളെ പിടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹം carnalityയാണ്. All the biggest thing that has caught with believers is the carnality of this world. കർത്താവുമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല. It doesn't have any connection with God. നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളും സുവിശേഷവുമായിട്ട് യാതൊരു ബന്ധമില്ല. Too many things that we hear today in the world, it doesn't have any relation with the gospel. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ജീവിതത്തിൽ കർത്താവിനോടൊപ്പം നടക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. But God desires that born again children of God must walk with Him. ഞാൻ അധികം അങ്ങോട്ട് കൂടുതൽ ഭാഗ്യ ദിവസങ്ങൾ പ്രസംഗിക്കും. I don't want to go further. We'll preach further about it later. അതുകൊണ്ട് corruption
ജീവിക്കുന്ന ലസ്റ്റ് ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് മാറിപ്പോകും. So the lust that caused corruption in us must leave us. ഡിവൈൻ നേച്ചറിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോ ദിവസവും ശോധന ചെയ്യും. And every day we must examine whether we are participating from the divine nature of the Lord. യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിന് നമ്മൾ അനുരൂപരാകുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കണം. And we have to see whether we are conforming to the nature of Jesus Christ every day. അതാണ് നമ്മൾ വെള്ളിയാഴ്ച വൈകിട്ട് നമ്മൾ ചിന്തിച്ചത്. ഹല്ലേലൂയ, ആത്മാവിലുള്ള ദാരിദ്ര്യം നമുക്കുണ്ടാകും. That is what we meditated on Friday evening, that we must have a poverty in the spirit. യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ശക്തിയും അനുഗ്രഹങ്ങളും നമ്മൾ പ്രാപിക്കും. And we must receive the strength and the blessings that we get through Jesus Christ. നാം നമ്മുടെ കഴിവിനെ ഉയർത്തുന്നതല്ല ക്രിസ്തീയ ജീവിതം. The Christian life is not about raising our abilities. നമ്മുടെ മൈൻഡിനെ ശക്തിപ്പെടുത്തുന്നതല്ല ക്രിസ്തീയ ജീവിതം. Christian life is not about strengthening our mind. അത് നമ്മുടെ മൈൻഡ് ട്രാൻസ്ഫോം ആയിത്തീരണം. But our mind must be transformed. അത് ക്രിസ്തുവിന് അനുരൂപമായിട്ട് രൂപാന്തരപ്പെട്ട് വരേണ്ടത് ആവശ്യമാണ്. And it must get transformed to the conformity of Jesus Christ. യേശുവിൽ നമ്മൾ ഫുൾ ഡിപെൻഡൻസ് നമുക്കുണ്ടായിരിക്കണം. Then we should have full dependence on Jesus Christ. അവന്റെ എക്സലൻസിൽ നമ്മൾ എപ്പോഴും ആശ്രയിക്കണം. And we must depend on His excellence. ഈ എക്സലൻസിനെ റീപ്രൊഡ്യൂസ് ചെയ്യണം വിശ്വാസികൾ. And we must also reproduce this excellence in our life. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ യേശുവിന്റെ എക്സലൻസിൽ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യണം. We must reproduce the excellence of Jesus Christ through our life where we work. നമ്മുടെ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിൽ പോയി കഴിഞ്ഞാലും യേശുക്രിസ്തുവിന്റെ എക്സലൻസ് ആൻഡ് ഗ്ലോറി reproduce ചെയ്യണം. In whatever situations of our life we are in, we must reproduce the excellence and the glory of Jesus Christ there. അങ്ങനെയുള്ളവർ മാത്രമേ കർത്താവിന്റെ ഡിവൈൻ നേച്ചറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. Only such people are able to participate in the divine nature of Jesus Christ. നമ്മൾ വിശുദ്ധ മേശയിലേക്ക് കടന്നു വരികയാണ്. Today morning we are going to the Lord's Supper. നമ്മൾ എങ്ങനെയാണ് നമ്മളെ യേശുവിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ വർക്ക് പ്ലേസസിൽ? How are we representing Jesus Christ in the area of our work? പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. സകല ജഡവും എന്ത് ചെയ്യുന്നു? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കാത്തിരിക്കുന്നു. The word of God teaches us something. The whole flesh is looking towards the revelation of the sons of God. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ട വിശ്വാസി വെളിപ്പെടുന്നത്. Everyone is looking on to see how a born again redeemed child of God is revealing himself. ഓരോ ദിവസവും ആളുകൾ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ വിശ്വാസി എന്ന് പറയുന്നു, ഇവൾ വിശ്വാസി എന്ന് പറയുന്നത് എങ്ങനെയാണ് വെളിപ്പെടുന്നത്? Every day people who work with us, they are seeing he or she calls herself or himself as a believer, but how are they going to reveal നമ്മുടെ it? സ്വഭാവത്തിലും നമ്മുടെ ആറ്റിറ്റ്യൂഡിലും നമ്മുടെ വർത്തമാനങ്ങളിലും നമ്മൾ യേശുവിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ സാക്ഷ്യം ഇവിടെ നഷ്ടപ്പെടുകയാണ്. Through our nature, through our attitude, through our works, the way we work, if we are not revealing Jesus Christ there, we have to reveal Jesus Christ there. കർത്താവ് നമ്മളെ വിളിച്ചതിനു വേണ്ടിയാണ് യേശുവിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. Why did God called us? So that we can reproduce Jesus Christ. ഡിവൈൻ നേച്ചറിനെ വെളിപ്പെടുത്തുവാൻ. So that we can reveal the divine nature. നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ അത് തന്നെ ശ്രദ്ധിക്കണം. All the Sunday school children, please pay attention. You are the children, കർത്താവിന്റെ മക്കളാണ് നിങ്ങൾ. You are all children of God. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ അനേകര് പല വിധമായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. All those children you have in your class, they might be coming from different background. നിങ്ങൾ എങ്ങനെയാണ് യേശുവിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. You have to think how you are going to reveal or reproduce Jesus Christ in front of them. എല്ലാ ദൈവകുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തമാണ് യേശുവിനെ റീപ്രൊഡ്യൂസ് ചെയ്യുക. It is the responsibility of all born again children that we must reproduce Jesus Christ. ഗൗരവമാണ് ക്രിസ്തീയ സഭ എന്ന് പറഞ്ഞാൽ. The church of God is a serious matter. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞുങ്ങളുടെ വിളിയും ബഹലയും അവരുടെ തെരഞ്ഞെടുപ്പ് ശ്രേഷ്ഠമേറിയതാണ്. The calling and the election of the children of God is of great thing. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ചിന്തിച്ചോടെ എങ്ങനെ നമ്മൾ വെളിപ്പെടുന്നു എന്നുള്ളത്. So every day we must think how are we revealing ourselves. രക്ഷിക്കപ്പെടാതെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. Because others are also looking on to us. നമ്മുടെ യേശുവിനെ നമ്മുടെ സ്വഭാവങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ ഹല്ലേലൂയ നമുക്കൊരു വിശ്വാസി എന്ന പേരിന് യോഗ്യതയില്ല. If we are unable to reveal the nature of Jesus Christ through our life, there is no point in calling ourselves children of God. Be a partaker of the divine nature of Jesus. We have to be partakers of the divine nature of Jesus. ഇത് പള്ളിയിൽ പോയി ഞായറാഴ്ച മുഖം കാണിച്ച് ചിരിച്ച് പ്രസംഗിച്ച് കളിച്ചു പോകുന്ന പരിപാടിയാണ്.
This is not something where we go to a church and see everyone and smile and come back. ഇത് ഞായറാഴ്ച ചർച്ച അല്ല. This is not a Sunday church. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ നമ്മൾ മരണം വരെ നമ്മൾ ചെയ്യുന്നതാണ്. Christian life is a 24-hour matter which we continue till the end of our life. ഇന്ന് നമ്മുടെ സൺഡേ ചർച്ച്, നാളെ നമ്മുടെ മൺഡേ ചർച്ച്. Today is our Sunday church and tomorrow is our Monday church. അത് ട്യൂസ്ഡേ ചർച്ചും വെനസ്ഡേ ചർച്ചും എപ്പോഴും എന്നും നമ്മൾ ചർച്ചിലാണ്. And then we have Tuesday, Wednesday churches, and every day we are in നാം church. പോകുന്ന എല്ലായിടത്തും നമ്മൾ ചർച്ചകളാണ്. Wherever we go, that place is a church for us. അവിടെ നിങ്ങൾ എങ്ങനെ വെളിപ്പെടും? How are we revealing ourselves there? ഒരു പ്രശ്നം എന്ന സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ വെളിപ്പെടും? When there is a trouble in that situation, how are we revealing ഒരു ourselves? ടീം ഒരു പ്രശ്നം കൂടെ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെ വെളിപ്പെടും? When the team is going through a trouble, how are you revealing ഒരു it? മാനേജർ ഒരു ട്രബിളിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾ എങ്ങനെ വെളിപ്പെടുന്നു? A manager is going through a trouble, how are you revealing അവർക്ക് yourself? കൂടുതൽ ട്രബിൾ കൊടുക്കുന്നവരാണ് നിങ്ങൾ. Are you a person who gives more trouble to your manager? അതോ നിങ്ങൾക്ക് അവരോട് പറയാൻ കഴിയും ഡോണ്ട് വറി ഐ ആം വിത്ത് യു? Or are you able to say to him that, oh, don't worry, I am with you? ഈ ജോലി എങ്ങനെ ചെയ്ത് തീരുമെന്ന് മാനേജർ ചിന്തിക്കുന്നത് നമ്മൾ പറയാൻ കഴിയുമോ? No worries, I will do my best. When the manager is worried, how is this work going to be completed? Are you able to tell him, don't worry, I am with you, we will do complete it? നമുക്ക് we will get over it. We will get over it. ഇങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ വെളിപ്പെടുത്തേണ്ടവരാണ് വിശ്വാസം. We as a believer, as children of God, we should say these kind of positive things and reveal Jesus Christ. കാരണം അത്രമാത്രം ശ്രേഷ്ഠമായ ഇൻഹെറിറ്റൻസിന് വേണ്ടിയാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. Because we are living for such a great inheritance in this world. ഈ ലോകത്തിൽ കിട്ടുന്ന ഡോളർ അല്ല നമ്മുടെ ലക്ഷ്യം. Our aim is not the few dollars that we get here in this world. ഈ ലോകത്തിൽ ഡോളറുകൾ നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് പ്രയാസമില്ല. Even if we lost few dollars in this world, we are not saddened by it. നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വലിയൊരു ഇൻഹെറിറ്റൻസ് നമ്മുടെ സ്വർഗ്ഗത്തിലുണ്ട്. Because there is a great inheritance that has been kept aside for us. നമ്മുടെ ശ്രദ്ധ നമ്മൾ അവിടെയാണ് വെക്കേണ്ടത്. And our attention we must put there. അതുകൊണ്ടാണ് ഈ ലോകത്തിലെല്ലാം നമുക്ക് ചപ്പന്ന് ചവർന്ന് വിടുവാൻ കഴിയണമെന്ന് പറയുന്നത്. That is why we often say that you should be able to consider everything of this world as rubbish. അതാണ് ക്രിസ്തീയ ജീവിതം. That is Christian life. അതാണ് വിശ്വാസ ജീവിതം. That is believers' life. ആ വിശ്വാസികൾ ജീവിക്കുന്ന സ്ഥലമാണ് ദൈവത്തിന്റെ സ്ഥാനം. And the place where such believers live is known as the Church of God. സഭകളൊക്കെ ആവശ്യമില്ലാത്ത നെഗറ്റിവിറ്റി എല്ലാം വളർത്തുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. Today church has become a place where unnecessary negativities are often nurtured. അതൊന്നും കർത്താവിന്റെ സഭയല്ല. That is not the Church of God. യേശുവിന്റെ സഭയ്ക്ക് അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നുമില്ല. The Church of Jesus Christ doesn't have any such thing. അതൊക്കെ ലോകത്തേക്ക് ചില ഡിനോമിനേഷൻസ് മാത്രമാണ്. And all such churches are only a few denominations that we find in this കർത്താവിന്റെ സഭ world. ശ്രേഷ്ഠമേറിയ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. However, the Church of God is such a great bride of Christ. എല്ലാ വിശ്വാസികളും അതിനകത്ത് മെമ്പർ അല്ല. All believers are not member of that church. എല്ലാ ക്രിസ്ത്യാനികളും അതിനകത്ത് മെമ്പർ അല്ല. All Christians are not member of that church. അത് കർത്താവിന്റെ ഡിവൈൻ നേച്ചർ പങ്കിടുന്നവരുടെ ഒരു സഭയാണ് ദൈവത്തിന്റെ സഭ. That church is the church of the people who partake in the divine nature of Jesus Christ. നിങ്ങൾ ശലോം ചർച്ചിൽ എല്ലാ ആഴ്ചയും വന്നുകൊണ്ട് നിങ്ങൾ ആ ചർച്ചിൽ അംഗമാണോന്നില്ല. Even if you come to Shalom Church every Sunday, does not mean you are part of that church. Make sure you are in the right church. So you have to be sure that we are part of the right church. അതേതാണ് ഹല്ലേലൂയ കർത്താവ് വസിക്കുന്ന സഭ. And which is that? It is that church where Jesus Christ resides. കർത്താവിനെ yield ചെയ്യുന്ന സഭ. The church where Jesus Christ is yielded. കർത്താവിനെ obey ചെയ്യുന്ന സഭ. The church which obeys Jesus Christ. യേശുവിനോട് കൂടെ നടക്കുന്ന വിശ്വാസികളുള്ള സഭ. The church